നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വരൂ സർ. ഇദ്ദേഹം വേണുകുട്ടൻ, എന്റെയും മിഥുന്റെയും വിവാഹം നടന്നു എന്ന് പറയപ്പെടുന്ന ഓഫീസിലെ സബ് രജിസ്ട്രാറാണ്. നമസ്കാരം. നമസ്കാരം, ഇരിക്കൂ. വേണ്ട സാർ, ഞാൻ നിന്നോളാം. സാധാരണ ഞാനിങ്ങനെ സാക്ഷ്യം പറയാനായി വീടുകളിലൊന്നും പോകാറില്ല. ഇതിപ്പോ ഈ കുട്ടി വന്നൊരു വീഡിയോ തരണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോ ഇന്നത്തെ കാലത്തൊരു വീഡിയോ വൈറലായാലേ എന്റെ ജോലി പോവും. പക്ഷേ ഈ കുട്ടിയുടെ സങ്കടം കണ്ടപ്പോ ഉപേക്ഷിക്കാനും തോന്നിയില്ല. അതാ ഞാൻ നേരിട്ട് വരാമെന്ന് സമ്മതിച്ചത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. സത്യത്തിൽ നിങ്ങൾ എന്തിനാ ഇവിടെ വന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതെ, നിധി സാറിനോട് എന്തിനാ വരാൻ പറഞ്ഞത്? മിഥുൻ പോലീസിനെ കാണിച്ച മാരേജ് സർട്ടിഫിക്കറ്റ് ഫേക്ക് ആണെന്ന് തെളിയിക്കാനാണ് അദ്ദേഹം വന്നത്. ആണോ? എങ്കിൽ ഈ കുടുംബത്തോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മയായിരിക്കും അത്. ഞങ്ങളുടെ മരുമകളെ ഞങ്ങൾക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, എങ്കിലും നിയമത്തിന് വേണ്ടത് എവിഡൻസ് ആണല്ലോ. മിസ്റ്റർ വേണുകുട്ടനോട് ഞാനിതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലാന്ന് എനിക്കറിയാം. യെസ് യെസ്, വിഷയത്തിന്റെ പ്രാധാന്യം അറിയാവുന്നതുകൊണ്ടാ ഞാൻ നേരിട്ട് വന്നത്. ഇതൊരു വലിയ ബിസിനസ് കുടുംബമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും പലരും ഇതിനകത്തേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കും. അത്തരക്കാരെ പുറത്താക്കിയാൽ മാത്രമേ കെട്ടുറപ്പുള്ളൊരു കുടുംബം മുന്നോട്ട് പോകാൻ പറ്റൂ. ഈശ്വരമംഗലം കുടുംബത്തിന്റെ മാഹാത്മ്യത്തെക്കുറിച്ച് കഥാപ്രസംഗം നടത്താനാണോ നിങ്ങൾ വന്നിരിക്കുന്നത്? പറയാനുള്ളത് വേഗം പറഞ്ഞിട്ട് സ്ഥലം വിടാൻ നോക്ക്. അത് വിശ്വസിക്കണോ വേണ്ടോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. ഇദ്ദേഹം പറയുന്നത് വിശ്വസിച്ചേ പറ്റൂ. കാരണം സബ് രജിസ്ട്രാർ തന്നെയാണ് ഒരു മാരേജ് സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ യോഗ്യൻ. എന്താ നടന്നതെന്ന് ഇവരോട് പറയണം സർ. രണ്ടു വർഷം മുമ്പ് നിധി എന്ന ഈ പെൺകുട്ടി മിഥുൻ എന്ന പുരുഷനെ രജിസ്റ്റർ മാരേജ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. എന്താ അത് ഫേക്ക് മാരേജ് ആണോ? അല്ല, ഈ കുട്ടി മിഥുനെ വിവാഹം കഴിച്ചതായിട്ടാണ് രേഖകളിൽ കാണുന്നത്. ഈ കുട്ടി എന്നെ കാണിച്ച മാരേജ് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ തന്നെയാ. സാർ ഇങ്ങനെയല്ലല്ലോ ഓഫീസിൽ വെച്ച് എന്നോട് പറഞ്ഞത്. കുട്ടി ചെയ്ത് ഒട്ടും ശരിയല്ലെന്ന് ഞാൻ അവിടെ വെച്ച് തന്നെ പറഞ്ഞതല്ലേ. ലീഗലായി വിവാഹമോചനം നേടാതെ ഈ വലിയ കുടുംബത്തെ എന്തിനാ ചതിച്ചത് കുട്ടി? തന്റെ വീട്ടിലെ കുട്ടിയെ പോലെയോ അനിയത്തിയെ പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ചതിക്കായിരുന്നു അല്ലേ? എന്നെ വിട്, ചതിച്ചത് ഞാനല്ല. ഒരേ സമയം രണ്ട് ഭർത്താക്കന്മാരെ ചതിച്ചത് കുട്ടിയാ. നിങ്ങളും ആ മിഥുന്റെ ആളാ. എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. അയാൾക്ക് വേണ്ടി നിങ്ങൾ തന്നെയാവും ആ ഫേക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുത്തതും. കുട്ടിയുടെ ഓഫറിൽ വീഴാത്തോണ്ട് കുട്ടി എന്നെ തല്ലിയല്ലേ? ഓ, ഓഫറോ? എന്ത് ഓഫറാ ഇവള് വെച്ചത്? മാരേജ് സർട്ടിഫിക്കറ്റ് ഫേക്ക് ആണെന്ന് ഇവിടെ വന്ന് പറഞ്ഞാ എനിക്ക് 5 ലക്ഷം രൂപ തരാമെന്ന് ഈ കുട്ടി പറഞ്ഞു. ഞാൻ ഇതിനൊന്നും കൂട്ടു നിൽക്കില്ല കുട്ടി. എനിക്ക് ശമ്പളം തരുന്നത് സർക്കാരാ. ഈ നാട്ടിലെ പാവപ്പെട്ടവരെ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശാ സർക്കാർ എനിക്ക് തരുന്നത്. ആരെയും ചതിക്കാൻ ഞാൻ കൂട്ടു നിൽക്കില്ല. സർ, ഇയാൾ പറയുന്നതൊക്കെ പച്ച കള്ളോ? ഓഫീസിൽ വെച്ച് ഇയാൾ എന്നോട് പറഞ്ഞത് ഇങ്ങനൊന്നും അല്ല. മിസ്റ്റർ സബ് രജിസ്ട്രാർ, നിങ്ങൾക്ക് പോകാം. ഓക്കെ മാഡം. എടീ, നിനക്ക് സാക്ഷി പറയാൻ വേണ്ടി നീ വിളിച്ചു വരുത്തിയ ആളാ പോയത്. നീ എന്താ പറഞ്ഞത്? മാരേജ് സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത് സബ് രജിസ്ട്രാർ തന്നെയാണെന്നല്ലേ? നിന്റെ 5 ലക്ഷം രൂപ ഓഫറിൽ അയാള് വീണെന്ന് നിനക്ക് അത്ര ഉറപ്പായിരുന്നു അല്ലേ? ഞാൻ ആർക്കും പണം വാഗ്ദാനം ചെയ്തിട്ടില്ല. മിഥുൻ അയാളെ കൂട്ടുപിടിച്ച് എന്നെ ചതിച്ചതാ.
നീ എവിടെ പോകുന്നു? ഇനി ഈ കുടുംബത്തെ എല്ലാവരും ഇവളെ വിശ്വസിക്കുകയാണോ? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? നിങ്ങൾക്കെല്ലാവർക്കും ഇപ്പോഴും ഇവള് സീതാദേവിയാണോ? ആ, 2 വർഷം മുൻപ് ചിലപ്പോ ഇവളും ഇതിലും കല്യാണം കഴിച്ചിട്ടുണ്ടാവാം. എന്നാലും നിധി അയാളുടെ കൂടെ താമസിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. നിധി, നീ ഇവരോട് സത്യം തുറന്നു പറ. നിനക്ക് അബദ്ധം വല്ലതും പറ്റിയതാണോ? ഗൗതം, ഏയ്, തുടരുന്നവനെ. എപ്പോഴും നിന്നെ വിശ്വസിക്കുന്നുവെന്ന് പറയാറുള്ള ഗൗതം ഇപ്പൊ അത് പറയാതെ പോയില്ലേ? അതിനർത്ഥം ഇനി അവന് നിന്നെ വേണ്ട എന്നാ. ഹേയ് ഗൗതം, എന്നെ ആരും പിടിക്കണ്ട. വിടാ, വിടാൻ. അമ്മ, അയാള് വന്ന് പറഞ്ഞതൊക്കെ നുണയാ. ഞാൻ ആർക്കും പണം ഓഫർ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അറിഞ്ഞൂടെ എന്നെ? 5 ലക്ഷം രൂപയൊക്കെ ഞാൻ എവിടുന്ന് കൊടുക്കാനാ? നീ വലിയ ഹരിശ്ചന്ദ്രനൊന്നും ആവണ്ട. ഇവിടുന്ന് നിന്റെ വീട്ടിലേക്ക് പണം ഒഴുകുന്നതൊക്കെ എനിക്കറിയാം. അതുപോലെ ആ സബ് രജിസ്ട്രാർക്കും 5 ലക്ഷം രൂപ കൊടുക്കാമെന്ന് നീ കരുതി കാണുമല്ലേ? അയാളൊരു സത്യസന്ധനായത് ഈ കുടുംബത്തിന്റെ ഭാഗ്യം. നിന്റെ ഓഫറിൽ മയങ്ങുന്ന ഒരുത്തനായിരുന്നെങ്കിൽ ഈ കുടുംബം നശിച്ചു പോയനെ. ആന്റി എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. അമ്മയ്ക്കും അച്ഛനും എന്നെ അറിയില്ലേ? ഞാൻ തെറ്റിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങളിപ്പോ ഒരു കൺഫ്യൂഷനില്ല മോളെ. കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് ഇപ്പൊ ബുദ്ധിമുട്ടിക്കരുത്. പോകുന്നില്ലേ? ഇനി എന്തിനാണ് ഈ നാണം കെട്ടി ഇവിടെ നിൽക്കുന്നേ? നിന്നെ വിശ്വസിക്കുന്ന ആരും ഇപ്പൊ ഈ കുടുംബത്തിലില്ല. വസു, നിധിയെ കൂടുതൽ അപമാനിക്കരുത്. നിങ്ങളൊരു അക്ഷരം മിണ്ടരുത്. നിങ്ങൾ ഒറ്റ ഒരുത്തിയാ ഈ മാരണത്തിന് വളം വെച്ച് കൊടുത്ത് ഇത്രയും വഷളാക്കിയത്. കല്യാണം കഴിഞ്ഞ് മാസങ്ങളായിട്ട് ഇവളെന്നെ അപമാനിച്ചുകൊണ്ടിരിക്കുക. അതിനൊക്കെ പകരം വീട്ടാൻ എനിക്ക് കിട്ടിയ അവസരമായത്. ഞാൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും സഹിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലേ പോടി അകത്ത്. എന്നെ ഉപദേശിക്കാനൊന്നും വരണ്ട. നിന്റെ പെട്ടിയും കിടക്കയൊക്കെ എടുത്തു വെച്ചോ. ഞാനൊരു ലോയറെ വിളിച്ചു വരുത്താം. ഡിവോഴ്സിനുള്ള ജോയിന്റ് പെറ്റീഷനിൽ സൈൻ ചെയ്തിട്ട് നിനക്ക് പോവാം. ആ, നിന്റെ മുൻ ഭർത്താവിനെ കൂടെ വിളിക്ക്. വരാൻ പറയ്. അവന്റെ കൂടെ തന്നെ നിന്നെ പറഞ്ഞുവിടാം. ഇനിയിപ്പോ ലീഗലി ഡിവോഴ്സ്ഡ് ആയിട്ടെ മിഥുന്റെ കൂടെ ജീവിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിയമ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിധി. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം. മോളെ, മോളെ. ഒടുവില് സാറിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ അവർ വിജയിച്ചു അല്ലേ? ഞാൻ സാറിനെ കുറ്റം പറയില്ല. എനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് തെളിവുണ്ട്. അതിശക്തമായ തെളിവുകൾ. എന്റെ സ്വന്തം നിഴലിനെ പോലെ ഇനി എനിക്ക് പേടിയാ. ഒരിക്കലും ഈ വീടിന്റെ പടി ഇറങ്ങില്ല എന്ന് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തതാണ്. പക്ഷെ ആ വാക്ക് കൊടുക്കുമ്പോ എന്റെ ബലം സാറായിരുന്നു. പക്ഷെ ഇപ്പോ സാറിന്റെ മനസ്സിലും സംശയത്തിന്റെ തീപ്പൊരി വീണിരിക്കുന്നത് കൊണ്ട് എനിക്ക് വയ്യ സർ. ഇനി പിടിച്ചു നിൽക്കാൻ എനിക്ക് വയ്യ. ഞാൻ പൊയ്ക്കോളാം.
നീ എന്നെ കുറിച്ച് ഇങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? ഈ നശിച്ച കൈ ഇനി ഒന്ന് നെഞ്ചോട് കൂടുതൽ ചേർക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ലല്ലോ നിധി. ഗൗതം ഗോപിനാഥന് ഒരു വാക്കേ ഉള്ളൂ. എനിക്ക് തരുന്ന വാക്കെന്താണെന്ന് അറിയോ? തെക്കേപ്പറമ്പിൽ കത്തിയേരിയെന്ന് എന്റെ ചിതയിലിടാൻ മാത്രമേ നിനക്ക് നിന്റെ താലി അഴിക്കേണ്ടി വരും. എന്റെ അവസാന ശ്വാസത്തിൽ പോലും നിന്റെ നിശ്വാസം ഉണ്ടാവും നിധി.